മോട്ടിവേഷൻ തിയറിയുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. മോട്ടിവേഷൻ തിയറി രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് തിയറി, സെക്കൻഡ് വൺ പ്രോസസ് തിയറി. കണ്ടന്റ് തിയറി എന്താണെന്ന് നോക്കാം. കണ്ടന്റ് തിയറി എക്സ്പ്ലെയിൻസ് വാട്ട് നീഡ്സ് മോട്ടിവേറ്റ് എ പേഴ്സൺ. ഇവിടെ എന്താ പറയുന്നത്, ഒരു കാര്യം ചെയ്യാൻ ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ് എന്നാണ് കണ്ടന്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ത് നീഡാണ് ഒരു വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ആക്ട് കംപ്ലീറ്റ് ആക്കാൻ എന്ന് പറയാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തോളൂ. നെറ്റ് JRF ആസ്പിരന്റ് സ്റ്റഡീസ് ഹാർഡ് ബിക്കോസ് ദേ വാണ്ട്. ഇവിടെ അവരുടെ നീഡ്സ് എന്താണ്? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ എന്താണ് അവരെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്? മേ ബി നോളേജ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആവാം, അതുപോലെ തന്നെ ലെക്ചർ ജോബ്, ആ ഒരു ജോബ് ആവാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, റെസ്പെക്ട് ഇൻ സൊസൈറ്റി. സോ ഇങ്ങനെയുള്ള ഏത് നീഡാണ് ഒരു വ്യക്തിയെ ഒരു കാര്യം ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കണ്ടന്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രോസസ് തിയറി എക്സ്പ്ലെയിൻ ഹൗ ദ person decide to stay motivated. സിമ്പിൾ ആയി പറയുകയാണെന്ന് വെച്ചാൽ ഹൗ മോട്ടിവേഷൻ ഒക്വർ എന്നാണ് പ്രോസസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കോളൂ. നെറ്റ് ആസ്പിരൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. സോ ഇവിടെ ആ ഒരു ആസ്പിരൻറ്റ് തിങ്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു അതിനുവേണ്ടി ഇരിക്കുന്ന കുട്ടികൾ തിങ്ക് ചെയ്യാണ്, ഞാൻ ഡെയിലി 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഫുൾ എൻ്റയർ സിലബസ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഫുൾ സിലബസും മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റും. ആ എക്സാം പാസ്സാവുകയാണെങ്കിൽ നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ JRF കിട്ടുമെന്ന് പറയാണ്. സോ ഇതാണ് പ്രോസസ് തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഹൗ മോട്ടിവേഷൻ ഒക്വർ.